ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയറിംഗ് നോളേജ്. ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് C++ലെ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അപ്പോൾ വൈവോസി അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിലും എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു പോർഷനാണിത്. OOP കൺസെപ്റ്റ് എന്താണെന്നുള്ളത്, അതുപോലെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ആൻഡ് വാട്ട് യു മീൻ ബൈ ക്ലാസ് ആൻഡ് വാട്ട് യു മീൻ ബൈ ഒബ്ജക്റ്റ്, അതുപോലെ എന്താണ് പോളിമോർഫിസം, എന്താണ് ഇൻഹെറിറ്റൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വൈവോസിക്കും അതുപോലെ ഇൻ്റർവ്യൂവിനും വരാവുന്ന ചാൻസ് ഉള്ളതാണ്. എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും ഈ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് വിശദമായി ഈ ക്ലാസ്സിൽ പറയുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പ്രൊസീജിയറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ POP എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രോഗ്രാമിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, POP എന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡേറ്റയ്ക്കല്ല, പകരം ടാസ്കിനാണ് എന്നുള്ളതാണ്. That means it emphasizes on doing things, does not emphasize on data എന്നതാണ്. ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചെയ്യുന്ന ടാസ്കിനാണ്, ഡേറ്റയ്ക്ക് അല്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. POPയിൽ നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഫങ്ഷൻസ് ആയിട്ട് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് എന്നാണ്. അതായത് ഒരു സ്പെസിഫിക് ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ ഫങ്ഷൻസ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നിലധികം ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫങ്ഷൻസിനും ഉപയോഗിക്കുന്നതിന് വേണ്ടി വേരിയബിൾസിനെ, അതായത് ഡേറ്റയെ ഗ്ലോബലായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതായത് എല്ലാ ഫങ്ഷൻസിനും ഏറ്റവും മുകളിലായി ഗ്ലോബൽ പൊസിഷനിൽ, ഗ്ലോബൽ ഡിക്ലറേഷൻ്റെ സ്ഥാനത്ത് ഡേറ്റ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ? അങ്ങനെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ വേരിയബിൾസ്, ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസ് ഏതാണോ ആ വേരിയബിൾസിനെ എല്ലാ ഫങ്ഷൻസിനും ഉപയോഗിക്കാം. എല്ലാ ഫങ്ഷൻസും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഈ ഗ്ലോബൽ വേരിയബിൾസ് ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഏത് ഡേറ്റ ഏത് ഫങ്ഷൻസ് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഡേറ്റ ഈസ് യൂസ്ഡ് ബൈ വിച്ച് ഫങ്ഷൻ. കൂടാതെ മറ്റൊരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഡേറ്റ ഈ എല്ലാ ഫങ്ഷൻസിനും ഇടയിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുക. The data moves freely around the system from function to function എന്നതാണ്. അപ്പോൾ ഇത് എറർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നു. കൂടാതെ ഏത് ഫങ്ഷനും ഏത് ഡേറ്റയും മോഡിഫൈ ചെയ്യാം, അതും എറർ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്നു. കൂടാതെ പ്രോഗ്രാം നമ്മൾ ഡിസൈനിൽ ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് പ്രോഗ്രാം ഡിസൈനിൽ യൂസ് ചെയ്യുന്നത്. POPയിൽ ലൈൻ ബൈ ലൈൻ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. കൂടാതെ റീയൂസബിലിറ്റി ഓഫ് കോഡ് പോസിബിൾ അല്ല. അതായത് നമുക്ക് ഒരു പ്രാവശ്യം എഴുതിയ കോഡ് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. വി ഹാവ് ടു റൈറ്റ് ദ സെയിം പ്രോഗ്രാമിംഗ് കോഡ് മെനി ടൈംസ്. ഓക്കെ. അതുപോലെ എറർ ചെക്കിംഗ് പോസിബിൾ അല്ല. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു എറർ ചെക്കിംഗ്. പോസിബിൾ ആണ്, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഈ എല്ലാ ഡ്രോബാക്സും എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് OOP, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നുള്ള ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത് ഡേറ്റയ്ക്കാണ്. ഇറ്റ് എംഫസൈസ് ഓൺ ഡേറ്റ റേദർ ദാൻ പ്രൊസീജിയർ. അതായത് ഡേറ്റയെ ഒരു ക്രിട്ടിക്കൽ എലമെൻ്റ് ആയിട്ട് OOPയിൽ ട്രീറ്റ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് അലൗ ദ ഡേറ്റ ടു മൂവ് ഫ്രീലി അറൗണ്ട് ദ സിസ്റ്റം. ഏത് ഫങ്ഷൻ ഏത് ഡേറ്റ യൂസ് ചെയ്യുന്നുവോ ആ ഡേറ്റയും ആ ഫങ്ഷനും പരസ്പരം ടൈഡാണ്. അതുകൊണ്ട് തന്നെ ഡേറ്റ ഹിഡൻ ആണ്. അത് എക്സ്റ്റേണൽ ഫങ്ഷൻസിനൊന്നും ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. കൂടാതെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ പുതിയ ഡേറ്റയും ഫങ്ഷൻസ് നമുക്ക് ഈസിലി ആയിട്ട് ആഡ് ചെയ്യാം. അതുപോലെ ഇവിടെ ഉപയോഗിക്കുന്ന പ്രോഗ്രാം ഡിസൈൻ എന്ന് പറയുന്നത് ബോട്ടം അപ്പ് അപ്രോച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ OOP എന്താണ് എന്ന് ചോദിച്ചാൽ ഒറ്റ സെൻറ്റൻസിൽ നമുക്ക് ഇങ്ങനെ പറയാം: ഇൻ OOP ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഗ്രൂപ്പ് ടുഗദർ ഇൻ എ ക്ലാസ്.
അതായത് ക്ലാസ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് ഡേറ്റയും ഫങ്ഷൻസും ഗ്രൂപ്പ് ചെയ്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് കൺസെപ്റ്റാണ് OOP എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ക്ലാസ് കൂടാതെ ഒബ്ജക്റ്റ് എന്താണ് ഈ രണ്ട് ടേംസ് കൊണ്ട് അർത്ഥമാക്കുന്നത്? ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എക്സ്പാൻഡഡ് കൺസെപ്റ്റ് ഓഫ് ഡേറ്റ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഡേറ്റ ടൈപ്സിനെ ഒരു നെയിമിൻ്റെ അണ്ടറിൽ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് സ്ട്രക്ചർ. അവിടെ ഉണ്ടായിരുന്ന ഒരു ഡ്രോബാക്സ് എന്ന് പറയുന്നത് ഡേറ്റയും ഫങ്ഷൻസും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ്. സോ ആ ഒരു കൺസെപ്റ്റാണ് ക്ലാസ്സിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് ഡേറ്റയും ഫങ്ഷൻസും ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യാം, ഒരു ഗ്രൂപ്പിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ക്ലാസ്സിനുള്ളിൽ ഒത്തിരി ഫങ്ഷൻസും ഒത്തിരി ഡേറ്റയും ഉപയോഗിക്കാം. ഈ ഫങ്ഷൻസിനെല്ലാം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒബ്ജക്റ്റ് എന്ന ടേം ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻസ്റ്റാൻറ്റിയേഷൻ ഓഫ് എ ക്ലാസ് എന്നാണ് പറഞ്ഞത്. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേരിയബിൾസിൻ്റെ ടേമിൽ പറഞ്ഞാൽ ക്ലാസ് എന്നത് ഡേറ്റ ടൈപ്പും ഒബ്ജക്റ്റ് എന്നത് വേരിയബിൾസുമാണ്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇൻറ്റ് എ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഇൻറ്റ് എന്ന് പറഞ്ഞാൽ എന്നതാണ്? ഡേറ്റ ടൈപ്പ്. എ എന്ന് പറഞ്ഞാലോ വേരിയബിൾസ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർക്കുക, ഇൻറ്റ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പാണ് ഇവിടുത്തെ ക്ലാസ്. ഓക്കെ, അടുത്ത എ എന്ന് പറയുന്ന വേരിയബിൾ എന്താണോ അതാണ് ഒബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിളി ഇത്രയും ഓർത്താൽ മതി, ക്ലാസ് എന്നത് ഡേറ്റ ടൈപ്പും ഒബ്ജക്റ്റ് എന്നത് ഒരു വേരിയബിളും ആണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ക്ലാസ് ഡിഫൈൻ ചെയ്താൽ നമുക്കതിൻ്റെ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യണം. ആ വേരിയബിൾസിനെ നമ്മൾ പറയുന്നത് ഇൻസ്റ്റൻസസ് ഓഫ് ക്ലാസ്സസ് എന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഒബ്ജക്റ്റ് എന്നത്. ഓക്കെ, വൺസ് ദ ക്ലാസ് ടൈപ്പ് ഹാസ് ബീൻ ഡിഫൈൻഡ് we can create variables of that type. These variables are termed as instances of classes which are the actual objects. അപ്പോൾ ഒന്നുകൂടെ പറയാം, ക്ലാസ് എന്നത് ഡേറ്റയും ഫങ്ഷൻസും ഒരു സിംഗിൾ യൂണിറ്റിനുള്ളിൽ ഒരുമിച്ച് വയ്ക്കുന്ന ഒരു കൺസെപ്റ്റ്. ആ ക്ലാസ്സിനുള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന ഫങ്ഷൻസിനെ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേരിയബിൾസ് എന്ന് പറയുന്ന ഒബ്ജക്ട്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലെ ബേസിക് കൺസെപ്റ്റിനെ നമുക്ക് പഠിക്കാം. അതിൽ ആദ്യത്തെ കൺസെപ്റ്റ് ഇതാണ്, എൻക്യാപ്സുലേഷൻ. ആ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റിനുള്ളിൽ ഡേറ്റയും ഫങ്ഷൻസും ഗ്രൂപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ആ കൺസെപ്റ്റിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ഫങ്ഷൻസും ഡേറ്റയും പരസ്പരം ടൈഡാണ്. സോ അതുകൊണ്ട് തന്നെ ഡേറ്റ ഔട്ട്സൈഡ് വേർഡിലേക്ക് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. ഏത് ക്ലാസ്സിനകത്താണോ ഈ ഫങ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ ഫങ്ഷൻസിന് മാത്രമേ ഡേറ്റയെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ആ ഒരു ടെക്നിക്കാണ് ഡേറ്റ ഹൈഡിങ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? എൻക്യാപ്സുലേഷൻ, സോ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ഡേറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. അടുത്ത കൺസെപ്റ്റ് ഇതാണ്, അബ്സ്ട്രാക്ഷൻ. എന്താണ് ഈ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്? അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സ് നേച്ചർ വെളിപ്പെടുത്താതെ അതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, അതാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് അൺവാണ്ടഡ് ഇൻഫർമേഷൻസ് എല്ലാം ഹൈഡ് ചെയ്ത്, ഡീറ്റെയിൽസ് എല്ലാം ഹൈഡ് ചെയ്ത് എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രം റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ്, അതിനെയാണ് അബ്സ്ട്രാക്ഷൻ എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അടുത്ത ബേസിക് കൺസെപ്റ്റാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. എന്താണ് ഈ പോളിമോർഫിസം? ഒരു ഡേറ്റയ്ക്ക് ഒന്നിലധികം ഫോമിൽ എക്സിബിറ്റ് ചെയ്യാനുള്ള കഴിവ് എന്താണോ അതിനെയാണ് പോളിമോർഫിസം എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാൽക്കുലേഷൻ, ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ആ സിംഗിൾ ആക്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡേറ്റയുടെ ബിഹേവിയറിനെയാണ്. ഡേറ്റയുടെ ബിഹേവിയർ മാറുന്നതിനനുസരിച്ച് ആ ആക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ കൊടുക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇൻറ്റിജർ നമ്പേഴ്സ് ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒരു ഇൻറ്റിജർ നമ്പർ, മീൻസ് ഒരു ആഡ് ചെയ്തൊരു നമ്പർ ആയിരിക്കും അവിടെ ഡിസ്പ്ലേയിൽ വരിക.
അതേസമയം നമ്മൾ ഉപയോഗിക്കുന്നത് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്ട്രിങ് ആണെങ്കിലോ അവിടെ പ്ലസ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ഓപ്പറേറ്റർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? രണ്ട് നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യാൻ അവിടെ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ അവിടെ എന്നാ ചെയ്യും? ആ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ അഡിഷൻ എന്നതിനേക്കാളും രണ്ട് സ്ട്രിങ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൺകാണ്ടിനേഷൻ ആയിട്ട് മാറുന്നു. അതായത് ജോയിനിങ് ടു സ്ട്രിങ്സ് എന്നുള്ള രീതിയിൽ. സോ അവിടെ കൊടുക്കുന്ന ഡേറ്റയുടെ ബിഹേവിയർ അനുസരിച്ച് അവിടെ ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ മാറുകയാണ്. ഓക്കെ ആണോ? ഇതാണ് എബിലിറ്റി ഓഫ് എ ഡേറ്റ ടു ബി പ്രോസസ്ഡ് ഇൻ മോർ ദാൻ വൺ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ പോളിമോർഫിസം ഒക്കെ ആണല്ലോ. അടുത്ത ടേം ഇതാണ് ഇൻഹെറിറ്റൻസ്. എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് ദ ഐഡിയ ഓഫ് റീയൂസബിലിറ്റി എന്നാണ് പറയുന്നത്. അതായത് കോഡ് റീയൂസ് ചെയ്യാൻ ഇവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ റീയൂസബിലിറ്റി എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയൊരു ക്ലാസ് എക്സിസ്റ്റിംഗ് ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. ഓക്കെ, വി ക്യാൻ ഡിറൈവ് എ ന്യൂ ക്ലാസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് ക്ലാസ്. ആ എക്സിസ്റ്റിംഗ് ക്ലാസ്സിന് അല്ലെങ്കിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ന്യൂ ക്ലാസ്സിന് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതുപോലെ അതിൻ്റെ പാരന്റ് ക്ലാസ് ഏതാണോ ആ പാരന്റ് ക്ലാസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം.